സിംഹക്കുഞ്ഞുങ്ങളെ താലോലിക്കുന്ന, അവയ്ക്ക് അന്നമൂട്ടുന്ന, ചേർത്ത് പിടിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാകും. ഏകദേശം 4.5 മാസങ്ങൾക്ക് മുൻപായിരുന്നു അത്. മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഗുജറാത്തിലെ ജാംനഗറിലുള്ള വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രമായ വൻതാരയിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു അത്. ഇക്കഴിഞ്ഞ മാർച്ച് 4-നാണ് മോദി ഈ കേന്ദ്രത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ തോതിൽ അംബാനിയുടെ വന്യജീവി സംരക്ഷണ ദൗത്യത്തെ ആഘോഷിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംരംഭത്തെ വാഴ്ത്തിപ്പാടി. അതേ വൻതാരയ്ക്ക് നേരെ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഗുരുതര സാമ്പത്തിക ക്രമക്കേടിന്റെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും വന്യജീവി പീഡനത്തിന്റെയുമെല്ലാം ആരോപണങ്ങളാണ് ഉയരുന്നത്. ഇപ്പോഴിതാ അത്തരം ആരോപണങ്ങളിലും പരാതികളിലും സുപ്രീം കോടതിയും ഇടപെട്ടിരിക്കുന്നു. അംബാനി പുത്രന്റെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംരംഭത്തിന്റെ പ്രവർത്തനങ്ങളിൽ എന്തുകൊണ്ടാണിപ്പോൾ സുപ്രീം കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്? സത്യത്തിൽ എന്താണ് വൻതാരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ജാംനഗറിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ റിഫൈനറി കോംപ്ലക്സിന് നടുവിലാണ് വൻതാര ആരംഭിക്കുന്നത്. 3000 ഏക്കർ വിസ്തൃതമായ ഭൂമിയിലാണ് റിലയൻസ് ഫൗണ്ടേഷന്റെ പിന്തുണയോടെ വമ്പൻ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും വലിയ മൃഗശാല, വന്യജീവി പുനരധിവാസ സംരക്ഷണ കേന്ദ്രം എന്നൊക്കെയാണ് വൻതാര ടീം അവകാശപ്പെടുന്നത്. 2000-ലധികം ഇനത്തിൽപ്പെട്ട 1.5 ലക്ഷത്തിലേറെ മൃഗങ്ങൾ ഇപ്പോൾ മൃഗശാലയിലുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 200ഓളം ആനകൾ മാത്രം അവിടെയുണ്ട്. അപൂർവ ഇനം വന്യമൃഗങ്ങൾ, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ എന്നിവയെല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടേക്ക് എത്തിച്ചിട്ടുമുണ്ട്. മഹാരാഷ്ട്രയിലെ കോലാപൂരിലുള്ള ഒരു ജൈന ക്ഷേത്രത്തിലെ ആനയെ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് വൻതാരയ്ക്കെതിരായ പുതിയ ആരോപണങ്ങളും പരാതികളുമെല്ലാം ഉണ്ടാകുന്നത്. മഹാദേവി, മാധുരി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന 36 വയസ്സ് പ്രായമുള്ള ഒരു ആനയെ വൻതാരയിലേക്ക് മാറ്റിയതാണ് കോലാഹലങ്ങൾക്കിടയാക്കിയത്. ക്ഷേത്രം ഭാരവാഹികളും വിശ്വാസികളുമെല്ലാം നടപടിക്കെതിരെ രംഗത്തെത്തി. എന്നാൽ വൻതാര ടീം നടപടിയുമായി മുന്നോട്ട് പോയതോടെ അവർ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ആദ്യം ബോംബെ ഹൈക്കോടതിയും പിന്നാലെ സുപ്രീം കോടതിയും മഹാദേവിയെ മാറ്റിയ നടപടി ശരിവെക്കുകയാണ് ചെയ്തത്. ആനയുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതിന് കാരണമായി അന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടത്. എന്നാൽ കോലാപൂർ ജനങ്ങളും ജൈന വിശ്വാസികളും വിട്ടില്ല. നടപടിക്കെതിരെ വൻ പ്രതിഷേധവുമായി രംഗത്തെത്തി. ബ്രിങ് ബാക്ക് മഹാദേവി എന്ന ഹാഷ്ടാഗോടെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണവും റിലയൻസിനെതിരെ ബഹിഷ്കരണ ആഹ്വാനവും ഉയർന്നു. ആനയെ ക്ഷേത്രത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും വേർപ്പെടുത്തിയത് ആചാര ലംഘനമാണെന്നും നടപടി തങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നും അവർ ആരോപിച്ചു. ആനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ അഡ്വക്കേറ്റ് CR ജയാസുഖിൻ, ദേവ് ശർമ്മ എന്നിങ്ങനെ 2 പേർ സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജികളും സമർപ്പിച്ചു. വിവിധ മാധ്യമ റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും NGOകളുടെ പരാതികളെയും ആധാരമാക്കി വൻതാരയിൽ ഗുരുതരമായ നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അവർ ആരോപിച്ചു. 1972-ലെ വന്യജീവി സംരക്ഷണ നിയമം, അന്താരാഷ്ട്ര വന്യജീവി വ്യാപാര ഉടമ്പടി അഥവാ സൈറ്റസ്, ഇറക്കുമതി കയറ്റുമതി നിയമങ്ങൾ, മൃഗക്ഷേമ നിയമങ്ങൾ എന്നിവയെല്ലാം ലംഘിക്കപ്പെട്ടു. ഏതാനും വ്യക്തികളുടെ ഹോബിക്കും പൊങ്ങച്ചത്തിനുമുള്ള ഉപകരണമാക്കി മൃഗങ്ങളെ ഉപയോഗിച്ചു. വന്യജീവി കടത്തു നടക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ക്രമക്കേടുകളും നടക്കുന്നു. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളുടെ പരമ്പരയായിരുന്നു ഹർജികൾ ഉണ്ടായിരുന്നത്. തെളിവുകളുടെ അഭാവത്തിൽ സാധാരണഗതിയിൽ ആരോപണങ്ങൾ തള്ളേണ്ടതാണ് എന്നാണ് ഹർജികൾ പരിഗണിച്ച കോടതി ആദ്യം നിരീക്ഷിച്ചത്. എന്നാൽ നിയമപാലനത്തിൽ അതോറിറ്റികളും കോടതികളും പരാജയപ്പെട്ടുവെന്ന ആരോപണങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് സത്യാവസ്ഥ കണ്ടെത്താൻ സ്വതന്ത്രമായ അന്വേഷണം ആവശ്യമാണെന്ന് കോടതി വിലയിരുത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ചെലമേശ്വരന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് അന്വേഷണ ചുമതല നൽകുന്നത്. സെപ്റ്റംബർ 12-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിപുലമായ അന്വേഷണം നടത്താനാണ് കോടതി SITയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നും എങ്ങനെയാണ് മൃഗങ്ങളെ കൊണ്ടുവന്നതെന്ന് പരിശോധിക്കണം. വന്യജീവി സംരക്ഷണ നിയമവും മൃഗശാലകൾക്കുള്ള ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നും വിലയിരുത്തണം. സെപ്റ്റംബർ 15-ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ SIT റിപ്പോർട്ട് നിർണായകമാകും. സുപ്രീം കോടതി ഉത്തരവിനെ വൻതാര സ്വാഗതം ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായ സുതാര്യതയോടും നിയമം പാലിച്ചും SIT അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് ഫൗണ്ടേഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്ര സർക്കാരോ ക്ഷേത്ര അധികൃതരോ ആനയെ തിരികെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഫൗണ്ടേഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്.